ഹായ് സ്റ്റുഡൻസ്, ഹലോ, വെൽക്കം ടു ദ ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമുക്ക് ഈ ഒരു റീനീറ്റിലെ ഇന്നത്തെ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് 4 മുതൽ 8 മാർക്ക് വരെ എങ്ങനെയായിരുന്നാലും 4 മാർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മുടെ ബോണസ് ആണ്, കാരണം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 2024 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, 2025 1 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു 2026 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിനാനുപാതികമായിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും ഒരു 5-6 ക്വസ്റ്റ്യൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ സിമ്പിൾ ആയിട്ട് 10-40 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ തിയറി മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗാൻ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് നമ്മൾ പറയുക എന്ന് പറയാം. എന്നാൽ നമ്മളൊരു ബ്രോഡർ സെൻസിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് പറയണം? നമുക്ക് അവിടെ ബിഹേവിയറൽ, സോഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗാൻ, ഫിസിക്കൽ അതായത് ശാരീരികമായ അതേപോലെ തന്നെ മെന്റൽ ബിഹേവിയറൽ, സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഹെൽത്തും അതിന്റെ കൂടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസും ഹെൽത്തി ആയിരിക്കണം എന്നൊരു ഡെഫിനീഷനിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി, അതായത് സെക്ഷലി നമ്മൾ എടുക്കുന്ന സമയത്ത് അവർ ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അത്തരത്തിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റിയെ രൂപപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് 1951 ലോകത്തിൽ തന്നെ ആദ്യമായിട്ടെന്ന് വേണേൽ പറയാം, ലോകത്തിലെ ആദ്യമായ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ഗോളിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ അതായത് 1951 ആണ് ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ വന്നത്. ഫാമിലി പ്ലാനിങ്, ആ ഫാമിലി പ്ലാനിങ് ഇന്ന് നമ്മൾ അതിനെ കുറച്ചുകൂടെ ബ്രോഡർ സെൻസിൽ എടുത്ത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, RCH പ്രോഗ്രാം എന്ന് പറയും. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന പേരിൽ അതിനെ റീനെയിം ചെയ്ത് കുറച്ച് ബ്രോഡ് സെൻസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ RCHന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ അതിന്റെ ഒരു തിയറി പറയാന്ന് വെച്ചിട്ടാണ്. അതായത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഈ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ലെവലിൽ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് ഈ അഡോളസെന്റ് പീരീഡിലുള്ള ആളുകൾക്ക് അഡോളസൻസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള്, അതേപോലെ യങ്സ്റ്റേഴ്സിന് നമ്മുടെ STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ, പ്രസവിക്കുന്നതിന് മുമ്പും പ്രസവിച്ചതിന് ശേഷം അമ്മയുടെ സംരക്ഷണം, പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയുടെ സംരക്ഷണം, പ്രസവിച്ചതിന് ശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രീ നാറ്റൽ കെയർ മദറാണ്, പോസ്റ്റ് നാറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ചൈൽഡ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതൊക്കെ RCHന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രീ നാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. പ്രീ നാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക് ആണത്. ജനിക്കുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിന്റെ സെക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്, അതാണ് പ്രീ നാറ്റൽ, പ്രസവിക്കുന്നതിന് മുമ്പേ ഉള്ള സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ക്രോമസോമൽ പാറ്റേൺ ഇൻ ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ്. നമുക്കറിയാം നമ്മുടെ ഈ കുഞ്ഞിന് ചുറ്റും കാണുന്ന ഫ്ലൂയിഡ്, ആംനിയോൺ എന്ന ബാഗിനകത്തുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് അതിലെ ക്രോമസോമൽ പാറ്റേൺ അനലൈസ് ചെയ്യുക. അതിനകത്തുള്ള ഡിസോൾവ് സബ്സ്റ്റൻസ് നമ്മൾ അനലൈസ് ചെയ്യുക. അത്തരത്തിൽ നമുക്ക് എന്തൊക്കെയാ ഈ പറഞ്ഞിരിക്കുന്ന ക്രോമസോമൽ പാറ്റേണും ഡിസോൾവ് സബ്സ്റ്റൻസും അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? സെക്സ് ഓഫ് ദ ഫീറ്റസ് കണ്ടെത്താൻ പറ്റും. അതായത് മെയിലെ ക്രോമസോമുമായി ബന്ധപ്പെട്ടിട്ടല്ലേ സെക്സ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ സെക്സ് ഓഫ് ദ ഫീറ്റസ്, കുഞ്ഞിന്റെ സെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാം. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഡിസോൾഡ് സബ്സ്റ്റൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. ചില മെന്റേലിയൻ ഡിസോർഡേഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ചില മെന്റേലിയൻ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ക്രോമസോമൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, സെക്സ് ഓഫ് ദ ഫീറ്റസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സെക്സ് ഓഫ് ദ ഫീറ്റസ് കണ്ടുപിടിക്കുന്നത് മാത്രം നിരോധിച്ചിട്ടുണ്ട്. കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ എന്ന് പറയുന്ന കാര്യമൊക്കെ നടക്കുന്നത് കൊണ്ട്, അത് കേരളത്തിൽ നമ്മൾ അങ്ങനെ നടക്കുന്നില്ലെങ്കിലും കേരളത്തിന് പുറത്ത് ധാരാളമായി സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീമെയിൽ ഫീറ്റിസൈഡ് പോലുള്ള ചില കാര്യങ്ങൾ, ദുരാചാരങ്ങൾ എന്നൊക്കെ പറയാം, നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംനിയോസെന്റസിസ് മൊത്തം ബാൻ ചെയ്തിട്ടില്ല, അത് തെറ്റാണ്. ആംനിയോസെന്റസിസുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മാത്രമാണ് ബാൻ ചെയ്തത്. ആംനിയോസെന്റസിസ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, സെക്സ് ഡിറ്റർമിനേഷൻ മാത്രം അത് ബാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം RCHന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യത്തിലേക്ക് പറയാനുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ആംനിയോസെന്റസിസ് ഇസ് ദ ഡിറ്റക്ഷൻ ഓഫ്. ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡിറ്റക്ഷൻ ആണ്? വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം അത് അല്ലെ. എന്തിന്റെ ഡിറ്റക്ഷൻ ആണ് ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ? ക്രോമസോമൽ പാറ്റേൺ ബൈ ടേക്കിംഗ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ. ക്രോമസോമൽ പാറ്റേൺ ബൈ ടേക്കിംഗ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. കോറിയോണിക് ഫ്ലൂയിഡ് ഫ്രം ഡെവലപ്പിംഗ് എംബ്രിയോ അല്ല. ക്രോമസോമൽ പാറ്റേൺ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ല, ബിഫോർ അല്ലേ. ക്രോമസോമൽ പാറ്റേൺ ബിഫോർ ഫെർട്ടിലൈസേഷനും അല്ല. ഫെർട്ടിലൈസേഷന് ശേഷം പ്രഗ്നൻസി പീരീഡിലെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആംനിയോസെന്റസിസ്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ആംനിയോസെന്റസിസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആകെ 1-2 ക്വസ്റ്റ്യൻ ആണ് വരിക. അതിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ആംനിയോസെന്റസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അതേ ഇതിൽ തന്നെ സ്ലൈഡിൽ തന്നെ ഇട്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ഇൻ എ ഡെവലപ്പിംഗ് ഫീറ്റസ് ബൈ ആംനിയോസെന്റസിസ്? എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം കണ്ടുപിടിക്കാം, ക്രോമസോമൽ ഡിസോർഡർ ആണ്. സെക്സ് ഓഫ് ദ ഫീറ്റസ് കണ്ടുപിടിക്കാം, ക്രോമസോം റിലേറ്റഡ് ആണ്. ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാം, ക്രോമസോമൽ ഡിസീസ് ആണ് അല്ലെ. പിന്നെ സിക്കിൾ സെൽ അനീമിയ പോലുള്ള ചില മെന്റേലിയൻ ഡിസോർഡേഴ്സും കണ്ടുപിടിക്കാം. പക്ഷേ ജോണ്ടിസ്, ഫീവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ക്ലഫ്റ്റ് പെലേറ്റ്, മുച്ചുണ്ടെന്ന് പറയും. അതേപോലെ തന്നെ ജോണ്ടിസ് പോലുള്ള രോഗങ്ങൾ, ഫീവർ പോലുള്ള രോഗങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്രോമസോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സെക്സ് ഓഫ് ദ ഫീറ്റസ് ആവാം, അതല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആവാം, ചില മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്, കനോട്ട് ഡിറ്റക്റ്റഡ് എന്നാണ്. സോ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തില് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക RCHന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതിൽ നമ്മൾ ആംനിയോസെന്റസിസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. അതേപോലെ അടുത്ത് നമ്മൾ പറയുന്ന ഒരു പോപ്പുലേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ആ തിയറി ഞാൻ പറഞ്ഞുതരാം. പോപ്പുലേഷൻ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുക എന്നുള്ളതല്ല ഈ ഒരു റീനീറ്റിന്റെ ഈ ഒരു വീഡിയോന്റെ ലക്ഷ്യം. നമ്മൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എൻറ്റയർ ചാപ്റ്റർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല വരിക, പക്ഷെ ആ ചാപ്റ്ററിന്റെ ഭാഗം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്കറിയാം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇന്ത്യയിലെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ലോക ജനസംഖ്യ 1900 2 ബില്യൺ, ആ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് ഓർമ്മിക്കുക. 1900 എത്രയായിരുന്നു? 1900 അത് 2 ബില്യൺ, 2 ബില്യൺ, 2000 മില്യൺ ആയിരുന്നു. എന്നാൽ 100 വർഷം കൊണ്ട് അല്ലെ അത് എത്രയായി? അത് 2000 ആയപ്പോഴത്തേക്ക് അത് 6 ബില്യൺ, 3 ഇരട്ടിയായിട്ട് 6000 മില്യൺ അല്ലെങ്കിൽ 6 ബില്യൺ ആയി. അതായത് വേൾഡ് പോപ്പുലേഷൻ ആണ് അല്ലെ 1900 ആയപ്പോഴത്തേക്ക് 2 ബില്യൺ ഉള്ളത് 2000 ആയപ്പോഴത്തേക്ക് അത് 6 ബില്യൺ ആയി അല്ലെ. 2011 ആയപ്പോഴത്തേക്ക് എത്രയായി? അത് 7.2 ബില്യൺ ആയി. ഇനി അതേ സമയത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് 350 മില്യൺ ആയി അല്ല, 1900 350 മില്യൺ, അതായത് 1/3 ഓഫ് ദ ബില്യൺ ആയിരുന്നു. എന്നാൽ 2000 ആയപ്പോഴത്തെ ഇത് 1900 അല്ല 1947 കേട്ടോ. 1900 വേൾഡ് പോപ്പുലേഷൻ 2 ബില്യൺ, പക്ഷെ 1947 അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്
നമുക്കത് ഏകദേശം 350 ആയിരുന്നു. പക്ഷേ ഇത് എത്രയായി? 1 ബില്യൺ ആയി കൂടി. കാരണം ലോക ജനസംഖ്യ 100 വർഷം കൊണ്ട് 3 ഇരട്ടിയായെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യ വെറും 55 വർഷം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പകുതി സമയം കൊണ്ട് 3 ഇരട്ടിയായി മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ. ഇത് 1.2 ബില്യൺ ആയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, മെയ് 2011 എടുത്തപ്പോൾ 1.2 ബില്യൺ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ജനസംഖ്യ വളരെ ഫാസ്റ്റ് ആയിട്ട് ലോക ജനസംഖ്യയേക്കാൾ വേൾഡ് പോപ്പുലേഷനേക്കാൾ വളരെ കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഈ നമ്പേഴ്സ് ഓർമ്മിക്കുക. ലെസ് ദാൻ, അതായത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2% ആണ്. ലെസ് ദാൻ 2% ആണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്ന കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് ഓർമ്മിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലെ. അതായത് ഭക്ഷണത്തിനും അതേപോലെ മറ്റു പല ജീവിത ആവശ്യങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് നെഗറ്റീവായിട്ട് വരും. ജോലിയുടെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ നമ്മുടെ പാർപ്പിടത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും എന്ത് വരും, നെഗറ്റീവായിട്ട് വരും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറെ കാര്യങ്ങൾ, ചില സ്ലോഗൻ ഹം ദോ ഹമാരേ ദോ അല്ലെ, നാം രണ്ട് നമുക്ക് രണ്ട്, അതൊക്കെ വീണ്ടും മാറി. അപ്പൊ എങ്ങനെ ആയിരുന്നാലും അത്തരത്തിലുള്ള ചില സ്ലോഗൻ, അതേപോലെ തന്നെ സ്മോൾ ഫാമിലിന് ഇൻസെന്റീവ് കൊടുക്കുക, പിന്നെ മാരിയേജബിൾ ഏജ് പെൺകുഞ്ഞുങ്ങൾക്ക് 18 വയസ്സും ആൺകുഞ്ഞുങ്ങൾക്ക് 21 വയസ്സുമാക്കി മാറ്റിയത്, അതിലും വ്യത്യാസം വന്നു. പക്ഷെ നമ്മളെ ഡോക്യുമെന്റേഷനിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, ഫീമെയിൽ ആണെങ്കിൽ 18 ഇയേഴ്സും മെയിൽ ആണെങ്കിൽ 21 ഇയേഴ്സുമാക്കി മാരിയബിൾ ഏജ് കൂട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. 2 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അത് എല്ലാം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്കിവിടെ പറയാം, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടാവേണ്ട ലക്ഷണം. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭനിരോധനം എന്ന് പറയും. അതിനുപയോഗിക്കുന്ന ഡിവൈസുകളെ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകൾ എന്നാണ് പറയുക. അൺവാണ്ടഡ് പ്രഗ്നൻസി തടയുന്ന മെത്തേഡിനെയാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുക, ഗർഭനിരോധനം. അപ്പൊ അതിൽ നമ്മൾ സാധാരണയായിട്ട് പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടാവേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാ? ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ സൈഡ് എഫക്റ്റ് തീരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. പിന്നെ ഒരു തരത്തിലും അത് എന്ത് ചെയ്യാൻ പാടില്ല, റിവേഴ്സിബിൾ ആയിരിക്കണം, ആ കാര്യം കൂടെ ഓർമ്മിക്കുക. പിന്നെ ഒരു തരത്തിലും 2 പാർട്ട്നേഴ്സിനെയും സെക്ഷൽ ആക്ടിനെയോ ഫീലിങ്ങിനെയോ ബാധിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ഏജന്റിനെയാണ് ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്ന ഏറ്റവും നല്ലൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വസക്ടമി, ട്യൂബക്ടമി, സർജിക്കൽ മെത്തേഡ് ആണ്. പക്ഷെ അത് ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അത് ഇറിവേഴ്സിബിൾ ആണ്. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. അപ്പൊ നമ്മൾ അതിന് ഈ കോൺട്രാസെപ്ഷൻ പ്രധാനമായും നമ്മൾ പല രീതിയിലായിരിക്കാം കോൺട്രാസെപ്റ്റീവ്സ്. അത് നാച്ചുറൽ മെത്തേഡ് വഴി കോൺട്രാസെപ്ഷൻ ഉണ്ട്, പിന്നെ ബാരിയർ മെത്തേഡ് വഴിയുണ്ട്, IUDs ഉണ്ട് അല്ലെ. പിന്നെ അതേപോലെ തന്നെ ചില IUD കഴിഞ്ഞാൽ നമ്മൾ ചില ഇൻജെക്റ്റബിൾ ഇംപ്ലാന്റ്സ് രൂപത്തിലുണ്ട്, സർജിക്കൽ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ 5 രീതിയിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്, പിന്നെ അതേപോലെ തന്നെ ബാരിയർ മെത്തേഡ്, IUD, പിന്നെ എന്താ ഉള്ളത്? IUD കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ്, സർജിക്കൽ മെത്തേഡ്. ഇങ്ങനെ പല മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡിന്റെ പേര് നാച്ചുറൽ മെത്തേഡ് ആണ്. നാച്ചുറൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? അവിടെ യാതൊരു ഡിവൈസും യാതൊരു മെഡിസിനും ഇല്ല, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേ സമയത്ത് ഇതിന്റെ ഫെയിലിയർ റേറ്റ്, ഇത് പരാജയപ്പെട്ടു പോകുന്നത് വളരെ കൂടുതലാണ്. ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ നാച്ചുറൽ വേ ടു പ്രിവെന്റ് ആണത്. കൺസെപ്ഷൻ നമ്മൾ നാച്ചുറൽ വേയിൽ നിൽക്കുക. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം നോക്കൂ നിങ്ങൾ. അതായത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് 3 മെത്തേഡ്സ് ആണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. ഒന്ന് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയും, കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയും, ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയും. ഈ 3 എണ്ണമാണ് നാച്ചുറൽ മെത്തേഡില്. പീരിയോഡിക് അബ്സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൽ കോണ്ടാക്ട്, ചില മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ചില പീരീഡില് സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഏത് മുതൽ ഏത് വരെയുള്ള പീരീഡ്, 10 to 17th day ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ, ഓരോ മാസത്തിലല്ല, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഓർമ്മിക്കുക. 10 to 17th day ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ.
ഈ സമയത്തുള്ള പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എടുക്കുന്നു, അത് 1 മുതൽ 28 ദിവസമാണ് അല്ലെ. ആ 1 മുതൽ 28 ദിവസത്തിന്റെ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുക. നമ്മൾ പറയുന്ന കാര്യം എന്താ, 10 മുതൽ 17 വരെയുള്ള ഈ പീരീഡില് നാച്ചുറൽ മെത്തേഡ് വഴിയുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കണം എന്നല്ല, ഇത് നാച്ചുറൽ മെത്തേഡാണ്. ഇപ്പൊ നാച്ചുറൽ മെത്തേഡ് വഴിയുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നാണ്. കാരണം എന്താ, ഈ പീരീഡിനുള്ളിലാണ് നമ്മൾ ഓവുലേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഓവുലേഷന് 2-3 ദിവസം മുമ്പേ, ഓവുലേഷന് 2-3 ദിവസം പിന്നീട്, ഈ ദിവസങ്ങളിൽ 10 to 17 ഡേ ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ, ഈ സമയത്താണ് ഓവുലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഓവുലേറ്ററി ഫേസിൽ നോർമൽ ലെവലുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ ഫെർട്ടൈൽ പീരീഡ് എന്നാണ് നമ്മൾ പറയുക. ഏറ്റവും കൂടുതൽ എന്തുണ്ടാവാൻ, സെക്ഷൽ കോണ്ടാക്ട് നടത്തിയാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയം എല്ലാ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. ഓക്കെ, അപ്പം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, നാച്ചുറൽ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട് ആണ്. അല്ല, അവോയ്ഡ് ദ ഫിസിക്കൽ അസോസിയേഷൻ ആണ്. കൃത്യമായിട്ട് ഓർമ്മിക്കുക, ബാരിയർ മെത്തേഡും നാച്ചുറൽ മെത്തേഡും നമ്മളെ വ്യത്യാസം നമ്മളെ NCERT കൃത്യമായി ഒരേ അർത്ഥമാണെങ്കിലും 2 വേർഡിൽ കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ്, കാരണം ഇത് നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവോയ്ഡ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് സ്പേം ആൻഡ് ഓവ ആണ്. സ്പേമും ഓവയും തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. നമ്മൾ വേറൊരാൾ തടയുകയല്ല, നമ്മൾ അതിനെ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് അവോയ്ഡ് എന്ന വാക്ക് കണ്ടാൽ നാച്ചുറൽ മെത്തേഡ് എന്ന് ഓർമ്മിച്ചോളാം. ഓക്കെ, അപ്പൊ പീരിയോഡിക് ആബ്സെൻസ് അവോയ്ഡിങ് സെക്സ് ഡ്യൂറിങ് ഏത് പീരീഡിലാ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദ പീരീഡ് ഡ്യൂറിങ് ഓവുലേറ്ററി ഫേസ്. കാരണം ഓവുലേറ്ററി ഫേസിലാണ് നിങ്ങൾക്കറിയാം 5 മുതൽ 13 വരെയുള്ള ദിവസം പ്രൊലിഫറേറ്റീവ് ഫേസ് ആണ്. പിന്നെ 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങൾ ലൂട്ടിയൽ ഫേസ് ആണ്. അവിടെ ഒന്നും അല്ല, അതിന്റെ ഇടയ്ക്കുള്ള 10 മുതൽ 17 വരെ, അതായത് ഓവുലേറ്ററി ഫേസ് ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്താണ്. ഫോളിക്കുലാർ ഫേസിലല്ല, മെൻസ്ട്രുവൽ ഫേസിൽ, നൺ ഓഫ് ദി അബോവ് അല്ല. സോ 2 is the right answer for question number 3. ഓക്കെ, അടുത്ത ചോദ്യം, ലാക്ടേഷണൽ അമിനോറിയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പീരിയോഡിക് ആബ്സെൻസ് പറഞ്ഞു, ലാക്ടേഷണൽ അമിനോറിയ അതായത് ഇന്റൻസ് ലാക്ടേഷൻ ആഫ്റ്റർ പാർച്ചുറേഷൻ, പ്രസവിച്ചതിന് ശേഷം ഇന്റൻസ് ലാക്ടേഷൻ ഉള്ള സമയത്ത്, കാര്യമായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയം, ഇന്റൻസ് ലാക്ടേഷൻ ഉള്ള സമയത്ത് എന്തുണ്ടാവില്ല, ആ ഹോർമോണൽ ഇംബാലൻസ് കാരണം അല്ലെ GnRHന്റെ അളവ് കുറയും. GnRHന്റെ അളവ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, LHഉം FSHഉം കുറയും. അങ്ങനെ ഇന്റൻസ് ലാക്ടേഷൻ സമയത്ത് അല്ലെ, പ്രസവിച്ചതിന് ശേഷം കാര്യമായി പാല് കൊടുക്കുന്ന സമയത്ത് 6 മാസത്തോളം എന്തുണ്ടാവില്ല, മെൻസ്ട്രുവേഷനും ഉണ്ടാവില്ല, ഓവുലേഷനും ഉണ്ടാവില്ല. ഈ സമയം സേഫ് അല്ലേ? ഇതിനെയാണ് നമ്മൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുക. മെനോറിയ മീൻസ് മെൻസ്ട്രുവൽ ഡിസ്ചാർജ് ആണ്, അമിനോറിയ മീൻസ് നോ മെൻസ്ട്രുവൽ ഡിസ്ചാർജ് ആണ്, മെൻസ്ട്രുവേഷൻ ഇല്ല. ലാക്ടേഷണൽ സംതിങ് റിലേറ്റഡ് ടു മിൽക്ക്. ഇപ്പൊ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആ ഹോർമോണൽ ഇൻബാലൻസ് കാരണം എന്തുണ്ടാവില്ല, 6 മാസത്തോളം, നോട്ട് ദ പോയിന്റ് 6 months, അപ് ടു 6 months. ചില സ്ത്രീകൾ 1 വർഷം വരെ വരാം, പക്ഷെ ആവറേജ് 6 months വരെ എന്തില്ല, നമ്മുടെ ഓവുലേഷനും ഇല്ല, അതുപോലെ മെൻസ്ട്രുവേഷനും ഇല്ല. ഈ പീരീഡിന് ഞാൻ സേഫ് ആണെന്ന് പറയുന്നത്. ഇതാണ് ലാക്ടേഷണൽ അമിനോറിയ. ആബ്സെൻസ് ഓഫ് മെൻസസ് ഇൻ ദ അഡൽട്ട് ഏജ് അല്ല, ആബ്സെൻസ് ഓഫ് മെൻസസ് ഇൻ ദ എൽഡർലി ഏജും അല്ല, ആബ്സെൻസ് ഓഫ് മെൻസസ് ഓർ മെൻസ്ട്രുവൽ സൈക്കിൾ ഡ്യൂറിങ് ലാക്ടേഷൻ ആണ്, നോ മെൻസസ് ഡ്യൂറിങ് പ്രഗ്നൻസി അല്ല. ഇപ്പൊ മെൻസ്ട്രുവൽ സൈക്കിള് ലാക്ടേഷൻ സമയത്ത് ഉണ്ടാവില്ല, ഏകദേശം ഒരു ആവറേജ് 6 മാസത്തോളം, 6 months. അതിനെയാണ് നമ്മൾ ലാക്ടേഷൻ അമിനോറിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു മെത്തേഡ് കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ്, വിഡ്രോവൽ മെത്തേഡ് ആണ്. അതായത് ഇജാക്കുലേഷന് തൊട്ടു മുമ്പേ പെനിസ് വിഡ്രോ ചെയ്യുന്ന മെത്തേഡാണ് എന്ന് നമ്മൾ പറയാ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. ഇത്രയാണുള്ളത്. പിന്നെ അടുത്തത് നോക്കൂ, അടുത്ത നമ്മൾ പറയുന്നത് ബാരിയർ മെത്തേഡ് ആണ്. കൃത്യമായിട്ട് ഓർമ്മ, ബാരിയർ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ മെത്തേഡിന്റെ ഡെഫിനേഷൻ ആണോ ബാരിയറിന്റെ ഡെഫിനേഷൻ ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ മെത്തേഡ് ആണ്. പ്രിവെന്റ് ദ ഫിസിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, പ്രിവെന്റ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് സ്പേം ആൻഡ് ഓവ എന്ന് പറഞ്ഞാൽ അത് എന്ത് മെത്തേഡാണ്? അത് ബാരിയർ മെത്തേഡാണ്. ബാരിയർ എന്ന തടസ്സമാണ്. ആ തടസ്സമാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത്, തടയുന്നത്, അതാണ് അർത്ഥം. അപ്പൊ അത് പ്രിവെന്റ് എന്ന് കണ്ടാൽ അത് ബാരിയർ ആണ്. നമുക്കറിയാം കോണ്ടം ഒരു ബാരിയർ ആണ്.
സർവിക്കൽ ക്യാപ്പ്, വാൾസ്, ഡയഫ്രം, ഇതും ബാരിയർ ആണ്. പക്ഷെ കോണ്ടം എന്ന് പറയുന്നത് മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കാവുന്ന ഒരു ബാരിയർ ആണ്. അതേ സമയത്ത് സർവിക്കൽ ക്യാപ്പും ഡയഫ്രവും വോൾട്ടും ഫീമെയിൽ മാത്രമാണ്. അത് ഫീമെയിലിന് മാത്രം ഉപയോഗിക്കാവുന്ന ബാരിയർ ആണ്. ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഫീമെയിൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സർവിക്കൽ റീജിയനിലാണ് ഉപയോഗിക്കുക. അപ്പൊ സർവിക്സ് വരെ സ്പേം എത്തും. എന്നാൽ അതേ സമയത്ത് സർവിക്സിൽ നിന്ന് സ്പേം ഉള്ളിലോട്ട് എത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പുരുഷൻ ഇൻസെമിനേറ്റ് ചെയ്താൽ STD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് പ്രിവെന്റ് STD അല്ല. ഇത് റീയൂസബിൾ ആണെന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പക്ഷെ അത് STD തടയില്ല. പക്ഷെ കോണ്ടം അങ്ങനെയല്ല. കോണ്ടം മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അത് പുരുഷൻ ഇൻസെമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻസെമിനേറ്റ്, അതായത് ഇജാക്കുലേഷൻ ആയിട്ടുള്ള ആ ഒരു സെമൻ സ്ത്രീ ശരീരത്തിൽ എത്തില്ല. കാരണം ഈ കോണ്ടത്തിന്റെ ഉള്ളിലാണ് ഇൻസെമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്തുന്നില്ല, സെമൻ ഡു നോട്ട് റീച്ച് ഇൻ ടു ദ ഫീമെയിൽ ട്രാക്ക്. അപ്പോൾ പ്രിവെന്റ് STD കൂടെ ഗുണമുണ്ട്. അതാണ് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം കോണ്ടമാണെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ലേ? STDകളൊക്കെ ധാരാളമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ STD പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് കൂടിയാണ് ഈ പറഞ്ഞ കോണ്ടം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് റീയൂസബിൾ അല്ല, യൂസ് ആൻഡ് ത്രോ ആണ് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അത് കോൺട്രാസെപ്ഷൻ നടത്തുന്നതോടുകൂടെ എന്തുകൂടെ ചെയ്യുന്നു? പ്രിവെന്റ് STD എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. അതാണ് ബാരിയേഴ്സ്. അടുത്തത് നമ്മൾ പറയുന്നത് IUD ആണ്. IUD ഓർ IUCD, അതായത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഓർ ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. IUD എന്ന് പറയാം, IUCD എന്ന് പറയാം. ഇവരുടെ കോമൺ ആയ ജോലി എന്താ? IUDയുടെ കോമൺ ആയ ജോലി എന്ന് പറയുന്നത് പ്രിവെന്റ്, അതായത് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എല്ലാ IUDകളും ഫാഗോസൈറ്റോസിസ് കൂട്ടും. ആ യൂട്രസിൽ നിന്നുള്ള സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ് കൂട്ടും. ഇൻ അഡീഷൻ മറ്റു ചില ജോലികൾ കൂടെ ചില IUD ചെയ്യും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട IUD ഓർ IUCD? ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUD എന്ന് പറയും. ഒരു മെഡിസിനും ഇല്ലാത്ത IUD. അതിന് ഉദാഹരണം, ഈ ഉദാഹരണവും ഫംഗ്ഷനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ IUDകള് ഫാഗോസൈറ്റോസിസ് കൂട്ടുന്നു എന്നുള്ള. അപ്പൊ അതിലെ ഒന്നാമത്തത് നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. അതിന് ഉദാഹരണം ഏതാണ്? ലിപ്സ് ലൂപ്പ് ആണ് ഉദാഹരണം. അതിന്റെ ജോലി എന്താ? ഫാഗോസൈറ്റോസിസ് കൂട്ടുക എന്ന് മാത്രമാണ്. അതേ സമയത്ത് രണ്ടാമത്തെ IUD ഉണ്ട്, കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUDയുടെ ജോലി എന്താ? ഇറ്റ് വിൽ റിലീസ് കോപ്പർ അയോൺ. കോപ്പർ റിലീസിങ് IUD കോപ്പർ അയോൺ റിലീസ് ചെയ്യും. കോപ്പർ അയോൺ എന്ത് ചെയ്യുന്നു? ഈ ഫാഗോസൈറ്റോസിസ് കൂട്ടുക എന്ന് മാത്രമല്ല, അഡീഷണൽ റോൾ ആണ് റിലീസ് കോപ്പർ അയോൺ. ഈ കോപ്പർ അയോൺ എന്താ ചെയ്യുക? കോപ്പർ അയോൺ സപ്രസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി. സ്പേമിന്റെ സ്പീഡ് കുറയ്ക്കും, അതുപോലെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി കുറയ്ക്കും. എങ്ങനെയെന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും. ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റേഷൻ എന്നൊരു പ്രോസസ്സ്. അതായത് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിൽ സ്പേം എത്തുന്ന സമയത്ത് ആ സ്പേം സ്ത്രീ ശരീരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ സെമനകത്ത് നമ്മൾ കാൽഷ്യം അയോൺ ഉണ്ട് അല്ലെ? ആ സെമിനൽ ഫ്ലൂയിഡിനകത്ത് കാൽഷ്യം അയോണിന്റെ ഇൻഫ്ലക്സ് കാരണമാണ് കപ്പാസിറ്റേഷൻ നടക്കുക. സ്ത്രീ ശരീരത്തിൽ വെച്ച് സ്പേം ആക്റ്റീവ് ആവുക. പക്ഷേ ഈ കാൽഷ്യം അയോണിനെ ബ്ലോക്ക് ചെയ്യുന്ന ജോലിയാണ് കോപ്പർ അയോണിനുള്ളത്. കോപ്പർ അയോൺ കാൽഷ്യത്തിന്റെ ആ ഒരു എൻട്രി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റേഷൻ ബ്ലോക്ക് ചെയ്യും, സ്പേമിന്റെ സ്പീഡ് കുറയും. അപ്പോൾ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയുക, അതുപോലെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് കോപ്പർ റിലീസിങ് IUD? നിങ്ങൾക്കറിയാം, കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ്. ഇത് മൂന്നുമാണ് കോപ്പർ റിലീസിങ് IUD. ഇനി നമ്മൾ അടുത്തുള്ളത് ഹോർമോൺ റിലീസിങ് IUD ആണ്. വാട്ട് ദ ഹോർമോൺ റിലീസിങ് IUD ഡു? ഹോർമോൺ റിലീസിങ് IUD ചില ഹോർമോൺ റിലീസ് ചെയ്യും. അതായത് പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഹോർമോണുകൾ എന്താണ് ചെയ്യുക? ഇത് IUD ആണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മിക്കുക. IUD ആണെങ്കിൽ അത് പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ ആൻഡ് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് ദ സെർവിക്കൽ മ്യൂക്കസ്. അത്രയും പറഞ്ഞാൽ മതി. അതായത് എന്ത് തടയുന്നു? ഇംപ്ലാന്റേഷൻ തടയുന്നു. അതായത് തിന്നിങ് ഓഫ് ദ എൻഡോമെട്രിയം തിന്നാക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ കറക്റ്റ് നടക്കൂല. ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി കൂട്ടുന്നു. എത്രത്തോളം ഹോർമോൺ ഉണ്ടോ അത്രത്തോളം ആ സെർവിക്കൽ മ്യൂക്കസ് തിക്കാവും.
അപ്പൊ സ്പേമിന് അതിലൂടെ ഫ്രീ ആയിട്ട് കടന്നു വരാൻ പറ്റില്ല. ഇത് രണ്ട് ജോലിയാണ് കാര്യമായിട്ട് നമ്മുടെ ഹോർമോണൽ IUDക്കുള്ളത്. പ്രിവെന്റ് ഓവുലേഷൻ ഇതിൽ പറയണ്ട, കാരണം ഇതിനകത്തുള്ള പ്രൊജസ്ട്രോൺ ലെവൽ കുറവായിരിക്കും. ആരൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ? പ്രൊജസ്റ്റാസെർട്ട് ആൻഡ് LNG-20 ലെവനോജെസ്ട്രൽ 20 മൈക്രോഗ്രാം. അപ്പോൾ പ്രൊജസ്റ്റാസെർട്ട് ആൻഡ് LNG-20 ആണ് നമ്മൾ ഹോർമോൺ റിലീസിങ് IUD ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. സെലക്ട് ദ ഹോർമോൺ റിലീസിങ് IUD. ഏതൊക്കെയാ ഇതില്? മൾട്ടി ലോഡ് വരുമോ? മൾട്ടി ലോഡ് കോപ്പർ റിലീസിങ് ആണ്, പ്രൊജസ്റ്റാസെർട്ട് വരും. പ്രൊജസ്റ്റാസെർട്ട് ആൻഡ് LNG-20. അപ്പൊ 2 തന്നെ ഉത്തരം കിട്ടി. ലിപ്സ് ലൂപ്പ് നോൺ മെഡിക്കേറ്റഡ് ആണ്, മൾട്ടി ലോഡ് കോപ്പർ റിലീസിങ് ആണ്. വോൾസ് ബാരിയർ ആണ്, LNG-20 വരും. അപ്പൊ രണ്ടും വരുന്നത് ഏതാണ്? അപ്പൊ നിങ്ങൾ IUD ഏതൊക്കെയാണെന്നും IUDയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നും അതിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നും പഠിക്കണം. അത് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമ്പിൾസ് ഓഫ് കോപ്പർ റിലീസിങ് IUD. ഏതൊക്കെയാ ഇതിൽ കോപ്പർ റിലീസിങ് IUD? കോപ്പർ 3 കോപ്പർ റിലീസിങ് IUD ആണ്. കോപ്പർ 7 റിലീസിങ് ആണ്. മൾട്ടി ലോഡ് 375 കോപ്പർ റിലീസിങ് ആണ്. സോ ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഫോർ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ഇത് നമ്മളെ ചോദ്യം. ഡാഷ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് സർവിക് ഹോസ്റ്റൈൽ ടു ഡാഷ്. നമ്മളിപ്പോ പറഞ്ഞു ഈ ഹോർമോൺ റിലീസിങ് IUD എന്താ ചെയ്യുക? ഹോർമോൺ റിലീസിങ് IUD ആണ് മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. സ്പേം അല്ല. അതുകൊണ്ട് തന്നെ 1 or 2 ആണ്. അടുത്തത് ആൻഡ് സർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പെർമാറ്റോഗോണിയ അല്ലല്ലോ, സ്പേം അല്ലേ? സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത് സ്പേമിന്റെ തുടക്കത്തിലുള്ള രൂപമാണ്. അപ്പൊ സ്പേമിന്റെ എന്ത് ചെയ്യുന്നു? ഈ ഹോർമോൺ റിലീസിങ് IUD യൂട്രസിലെ എൻഡോമെട്രിയം തിൻ ചെയ്ത് അത് ഇംപ്ലാന്റേഷൻ തടയുന്നു. അതേപോലെ തന്നെ സർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടുത്തി തിക്കനാക്കി സ്പേമിന്റെ എൻട്രി ആണ് തടയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 is the right answer. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിൽസുകളാണ്. ഈ പിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കോൺട്രാസെപ്റ്റീവ് പിൽസുകൾ. കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉണ്ട്, ഇൻജെക്റ്റബിൾ ഉണ്ട്, ഇംപ്ലാന്റ്സ് ഉണ്ട്. ഈ പിൽസ് ആയാലും ഇൻജെക്റ്റബിൾ ആയാലും ഇംപ്ലാന്റ് ആയാലും ഒരേ ഹോർമോൺ, ഒരേ മെത്തേഡ് ഓഫ് ഒരേ യൂസ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവയെ നമ്മൾ പിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവയെ എന്തുകൊണ്ടാണ് ഇൻജെക്റ്റബിൾ എന്ന് പറയുന്നത്, ഇംപ്ലാന്റ് എന്ന് പറയുന്നത്? കാരണം മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസമാണ്. നമ്മൾ ഓറലായിട്ട് വായിലൂടെ കഴിക്കുന്ന ഗുളികകളുണ്ട്, അതുപോലെ ഇൻജെക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ഇംപ്ലാന്റ് നമ്മൾ സ്കിന്ന് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് ഇൻസർട്ട് ചെയ്ത് വെക്കുന്ന ഇംപ്ലാന്റുകളുണ്ട്. ഇതൊക്കെ മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനും അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും വ്യത്യാസമാണ്. പിൽസ് ആണെങ്കിൽ ഒന്നുകിൽ ഒരു ദിവസമാണ് അതിന്റെ ആക്ഷൻ, അതാണ് ഡെയിലി പിൽസ്. അല്ലെങ്കിൽ ഒരാഴ്ചയാണ് അതിന്റെ ആക്ഷൻ, അതാണ് വീക്ക്ലി പിൽസ്. എന്നാൽ ഇൻജെക്റ്റബിൾ ആണെങ്കിൽ 3-4 months വരെ അതിന്റെ എഫക്ട് കിട്ടും. ഇനി ഇംപ്ലാന്റുകളാണെങ്കിൽ 2 or 3 years വരെ അതിന്റെ എഫക്ട് കിട്ടും. അപ്പോൾ ഡ്യൂറേഷൻ വ്യത്യാസമാണ്, മെത്തേഡ് ഓഫ് ആക്ഷൻ വ്യത്യാസമാണ്. അതല്ലാതെ ഇതിന്റെ മൂന്നിന്റെയും കൂടെ കോമൺ ആയി ജോലി ചോദിക്കുകയാണെങ്കിൽ പ്രിവെന്റ് ഓവുലേഷൻ, അത് നമ്മൾ ഇവിടെ പറയണം. ഹോർമോണൽ ടാബ്ലറ്റിലൊക്കെ അങ്ങോട്ടാണ്. ഈ പിൽസിൽ എന്താ പ്രത്യേകത എന്ന് മനസ്സിലായോ? ഹോർമോണിന്റെ അളവ് കൂടുതലാണ്. പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ഹോർമോൺ ലെവൽ കൂടുതലാണ്. അതുകൊണ്ട് ഓവുലേഷൻ അത് തടയും. ഓവുലേഷൻ അത് IUDയിൽ പറയണ്ട. പ്രിവെന്റ് ഓവുലേഷൻ, പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ ആൻഡ് ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് ദ സർവിക്കൽ മ്യൂക്കസ്. അങ്ങനെ 3 പോയിന്റ് ഈ പിൽസിലും അതേപോലെ ഇൻജെക്റ്റബിളിലും പിന്നെ ഇംപ്ലാന്റ്സിലും നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ആക്ഷൻ. അപ്പോ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്തൊക്കെയാണെന്ന്. ഇനി നോക്കൂ ചോദ്യം. കോൺട്രാസെപ്റ്റീവ് സഹേലി. സാധാരണ ഡെയിലി പിൽസ് ഉണ്ട്, മാല N പോലുള്ള ഡെയിലി പിൽസുകൾ കൂടാതെ, അതായത് നമ്മൾ സാധാരണ മിനി പിൽസ് ഓർ കമ്പൈൻഡ് പിൽസ് എന്ന് പറയും. മിനി പിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോജൻ ഓൺലി ആണ്. കമ്പൈൻഡ് പിൽസ് എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആണ്. ഇപ്പൊ എന്തായിരുന്നാലും ഇതിൽ മാല N പോലുള്ള ഡെയിലി പിൽസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വീക്ക്ലി പിൽസ് ആണ് സഹേലി എന്ന് പറയുന്നത്. അല്ലെ, CDRI ലക്നൗ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താണ് വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കേണ്ട ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. പക്ഷേ ഇതൊരു നോൺ സ്റ്റിറോയിഡൽ ആണ്. സാധാരണ ഹോർമോണൽ പിൽസ് സ്റ്റിറോയിഡൽ ഹോർമോൺ ആണ്. എന്നാൽ ഇതൊരു നോൺ സ്റ്റിറോയിഡൽ സെൻകോമൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, നോൺ സ്റ്റിറോയിഡ് ആയ ഒരു കെമിക്കൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് എന്താണെന്നാണ് ചോദ്യം. അത് IUD ആണോ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണോ? ഈസ് എ വീക്ക്ലി വൺസ് പിൽസ് ആണ്. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഈസ്ട്രോജൻ
ആൻഡ് പ്രിവെന്റ് ഓവുലേഷൻ. ഈസ്ട്രോജന്റെ അളവ് കൂട്ടി അത് എന്ത് ചെയ്യുന്നില്ല, ഓവുലേഷൻ കുറയ്ക്കുകയല്ല. ഇത് നോക്കൂ, ബ്ലോക്ക് ദ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ഇൻ ദ യൂട്രസ് പ്രിവെന്റിങ് എം ഫ്രം ഗെറ്റിംഗ് ഇംപ്ലാന്റഡ് ആണ്. അതായത് ഓക്സിജൻ റിസപ്റ്റേഴ്സ് അതായത് നമ്മുടെ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിന്റെ മുകളിൽ യൂട്രസിലുള്ള ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എത്ര ഈസ്ട്രോജൻ ഉണ്ടെങ്കിലും ആ ഈസ്ട്രോജനെ റിസീവ് ചെയ്യാൻ ഈ റിസപ്റ്റർക്ക് പറ്റില്ല. അത്തരത്തിലുള്ള ഒരു മോഡുലേറ്റർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റർ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സഹേലി എന്ന് പറയാം. അപ്പോ യൂട്രസിലുള്ള ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് ഈസ്ട്രോജനെ സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. ഇംപ്ലാന്റേഷൻ എന്താ, ഗെറ്റിംഗ് പ്രിവെന്റ് ദ എഗ് ഫ്രം ഇംപ്ലാന്റഡ് ആണ് ഇംപ്ലാന്റേഷൻ. അതാണ് സഹേലിയുടെ റോള്. പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് അല്ല. പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ്. അത് ഒന്നുകിൽ ഹോർമോണൽ കോപ്പർ റിലീസിങ് IUDയോ ഹോർമോണൽ പിൽസോ നമ്മൾ ഉപയോഗിക്കുക. എമർജൻസി വിതിൻ 72 hours ആഫ്റ്റർ കോയിറ്റസിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കണം. അതാണ് പോസ്റ്റ്. പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പേ, പോസ്റ്റ് കോയിറ്റൽ മീൻസ് കോയിറ്റസിന്, അതായത് സെക്ഷൽ കോണ്ടാക്ടിന് ശേഷം ഉപയോഗിക്കുന്നതല്ല. ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ് റോള്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8, 3 is the right answer. ഇനി which of the following contraceptive method do involve the role of hormone? നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏതിനാണ് റോൾ ഓഫ് ഹോർമോണിന്റെ ആക്ഷൻ, ഹോർമോൺ ഇൻവോൾവ് ചെയ്യുന്നത്? ബാരിയർ മെത്തേഡിൽ ഹോർമോൺ ഇല്ല, ലാക്ടേഷൻ അമിനോറിയ അതിനകത്തുണ്ട്, പിൽസിലും ഹോർമോൺ ഉണ്ട്, പക്ഷെ ഒന്നില്ല. കോപ്പർ ടീൽ ഇല്ല, പിൽസിലുണ്ട്. എമർജൻസി കോൺട്രാസെപ്റ്റീവ് അത് ഹോർമോണൽ ആക്ഷൻ ആവാം. പിൽസ് ഉണ്ട്, എമർജൻസി കോൺട്രാസെപ്റ്റീവ്, പക്ഷെ ബാരിയർ മെത്തേഡ് ഇല്ല. ഇതിലൊക്കെ മൂന്നും ഇല്ല. അപ്പൊ നാലാമത്തെ ആയിരിക്കും. ലാക്ടേഷൻ അമിനോറിയയിലുണ്ട്, എമർജൻസി കോൺട്രാസെപ്റ്റീവിലുണ്ട്, പിൽസിലുണ്ട്. അപ്പോ സോ ക്വസ്റ്റ്യൻ നമ്പർ 9 4 is the റൈറ്റ് ആൻസർ. ഇതിലൊക്കെ ഹോർമോണിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇനി നമ്മൾ പറയാവുന്നത് സർജിക്കൽ മെത്തേഡാണ്. ഏറ്റവും നല്ല മെത്തേഡാണ്, പക്ഷേ ഇത് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. അതുകൊണ്ടൊരു ഐഡിയൽ ആണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണ് ആ 2 മെത്തേഡ്? ഒന്ന് ടുബക്ടമിയും മറ്റൊന്ന് വാസക്ടമിയുമാണ്. ടുബക്ടമി എന്ന് പറഞ്ഞാൽ, വാസക്ടമി എന്ന് പറഞ്ഞാൽ എന്താ, മെയിലിൽ നടക്കുന്ന പ്രൊസീജിയർ ആണ്. വാസ് ഡെഫറൻസ് ആണ് കട്ട് ചെയ്യുന്നത്. വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്നു, അല്ലെ, സ്ക്രോട്ടത്തിലൂടെ ഒരു ഇൻസിഷൻ ഇട്ട് വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, വെസക്ടമി എന്ന് പറയുന്ന സർജിക്കൽ മെത്തേഡ്. ടുബക്ടമി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ നടക്കുന്ന മെത്തേഡ്, ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ടുബക്ടമി ഇസ് ദ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ വിച്ച് സ്മോൾ പാർട്ട് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട് ആൻഡ് ടൈഡ്. അല്ലാതെ ഓവറി റിമൂവ് ചെയ്യുകയല്ല. വാസ് ഡെഫറൻസ് അത് വെസക്ടമിയാണ്, യൂട്രസുമല്ല, ഹിസ്റ്ററക്ടമിയുമല്ല. സോ ടുബക്ടമി എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നു, അതിന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് കെട്ടുന്നു. ഈ മെത്തേഡാണ്. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ ഒരു മെത്തേഡിലും വെസക്ടമി ആയാലും ട്യൂബക്ടമി ആയാലും എന്ത് സംഭവിക്കുന്നില്ല എന്ന കാര്യം കൃത്യമായി ഓർമ്മിക്കുക. ഇത് ഗാമെറ്റ് ഫോർമേഷനെ ബാധിക്കുന്നില്ല, ഗാമെറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ ബാധിക്കുന്നുള്ളൂ. അതായത് സ്പെർമാറ്റോജനസിസും നടക്കുന്നുണ്ട്, ഊജനസിസും നടക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ട്രാൻസ്പോർട്ട് മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 1 is the റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ അടുത്തത് നോക്കൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് MTP ആണ്. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. സാധാരണ മനുഷ്യന്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 9 മാസം, അല്ലെ, 270-280 ഡേയ്സ് ആണ്. അതിനു മുമ്പേ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അബോർട്ട് ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ ഇൻഡ്യൂസ് അബോർഷൻ എന്ന് നമ്മൾ പറയാം സാധാരണയായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു അബോർഷൻ നടന്നത്. നമ്മൾ 1971 ഇന്ത്യ ഇത് നിയമം മൂലം, അതായത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. MTP ലീഗലൈസ്ഡ് ഇൻ ദ ഇയർ 1971. 2 ഇയറേ ഈ ചാപ്റ്ററിൽ പഠിക്കുള്ളൂ. 51 ഫാമിലി പ്ലാനിങ്, 71 എന്താ ലീഗലൈസ്ഡ് MTP ഇൻ ഇന്ത്യ. മനസ്സിലായല്ലോ? അതിൽ ഏത് സമയത്താണ് ഈ ഒരു MTP സേഫ് ആവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് എപ്പോഴാ? അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്, ആദ്യത്തെ 3 മാസത്തിലാണ് MTP ചെയ്താൽ അത് എന്താവുന്നത്, കുറച്ചുകൂടെ സേഫ് ആവുന്നത്. അതേ ചോദ്യം നോക്കൂ. MTP is much risk in which പീരീഡ് ഓഫ് പ്രഗ്നൻസി? കുറച്ച് റിസ്കി ആയിട്ടുള്ളത് ഏതിലാ? സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്.
ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഒക്കെ വേണമെങ്കിൽ MTP ചെയ്യാം ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് ഒറ്റ മെഡിക്കൽ പ്രാക്ടീഷണറുടെ സമ്മതി പത്രം മതി, എന്നാൽ കൺസെന്റ് മതി. എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൺസെന്റ് വേണം. എന്തായിരുന്നാലും ഏത് സമയത്താണ് കുറച്ചുകൂടെ സേഫ് ആവുന്നത്? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അത് റിസ്കിയാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 11 വിച്ച് ഡ്യൂറിംഗ് സേഫ് എന്നാ ചോദിച്ചത് ഫോർ ഫസ്റ്റ് ട്രൈമസ്റ്റർ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ റിസ്ക് എപ്പോഴാണ് ചോദിച്ചത്? അത് സെക്കൻഡ് ട്രൈമസ്റ്റർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 and 12 1 each ആൻസർ. അടുത്ത് നോക്കൂ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് STD ആണ്. അതായത് സെക്ഷൽ കോണ്ടാക്ട് വഴി പകരുന്ന രോഗങ്ങൾ. ആ രോഗങ്ങളെയാണ് നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ STD ഓർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STI എന്നൊക്കെ പറയുന്നത്. ഈ STD ഓർ STI അത് നമ്മൾ വെനരിയൽ ഡിസീസ് എന്നോ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ RTI എന്നൊക്കെ പറയാം, VD എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന് ഉദാഹരണങ്ങൾ നമുക്ക് ഇത് പ്രധാനമായിട്ടും 3ആയി തിരിക്കാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയൽ STD, വൈറൽ STD ആൻഡ് പ്രോട്ടോസോവൽ STD ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് ബാക്ടീരിയൽ STD എന്ന് പറയുന്നത്? ബാക്ടീരിയൽ STD എന്ന് പറയുന്നത് അതിന്റെ പാത്തോജൻ അടക്കം നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ NCERT അത്ര കൊടുത്തിട്ടില്ല. അതായത് ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഗൊണോറിയ പറയാം, നിസേറിയ ഗൊണോറിയ എന്ന ബാക്ടീരിയ. അതുപോലെ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് സിഫിലിസ് ആണ്, ട്രിപ്പോനിമ പെല്ലിഡം എന്ന് പറയുന്ന ബാക്ടീരിയ. ക്ലമൈഡിയാസിസ് ആണ് അല്ലെ, ക്ലമൈഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഇത് 3 ബാക്ടീരിയൽ STD ആയിട്ട് പഠിക്കുക. എന്നാൽ എയ്ഡ്സ് അല്ലെ, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി HIV ആണ് അതിന്റെ കോസറ്റീവ് ഓർഗാനിസം. ഹെപ്പറ്റൈറ്റിസ് B HBV, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്. പിന്നെ അതേപോലെ ജനൈറ്റൽ വാർഡ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. പിന്നെ അടുത്തത് ജനൈറ്റൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് 2 HSV2. ഇത്രയുള്ള പാത്തോജൻസ്. ഇപ്പൊ 4 എന്ത് പഠിച്ചു നിങ്ങൾ? ഈ ബാക്ടീരിയൽ 3 4 പ്രോട്ടോസോവ അല്ല 4 നമ്മുടെ എന്താ വൈറൽ STD നമ്മൾ പഠിച്ചു. ഈ പറഞ്ഞ കാര്യത്തില് അല്ലെ, അതുപോലെ ട്രക്കോമാറ്റിസ് വെജൈനാലിസിസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവൽ STDയും ഉണ്ട്. മനസ്സിലായില്ലേ? ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്നത് ട്രൈക്കോമോണ വെജൈനാലിസ് എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. അപ്പൊ എങ്ങനെ മൊത്തത്തിൽ 8 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞതില് 2 ഒരു പ്യൂർലി STD ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് വെറും സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രം പകരുന്ന രോഗങ്ങളല്ലാത്ത 2 STD ഉണ്ട്. അതൊന്ന് എയ്ഡ്സും ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ്. മാത്രവുമല്ല ഇത് രണ്ടും ജനൈറ്റൽ ഓർഗാനിനെ അല്ല ബാധിക്കുന്നത്. HIV നിങ്ങൾക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B ലിവറിനെയാണ് ബാധിക്കുന്നത്. ബാക്കിയുള്ള STDകളൊക്കെ സെക്ഷൽ ഓർഗാനുകളെയാണ് ബാധിക്കുന്ന കാര്യം ഓർമ്മിക്കുക. അത് ഈ 2 അതായത് HIV ഇൻഫെക്ഷൻ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും എന്തിലൂടെ മാത്രമല്ല, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രമല്ല പകരുക. അത് അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് വരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ വരാം, അല്ലെ അൺസ്റ്റെറിലൈസ്ഡ് ആയ നീഡിൽ സിറിഞ്ച് ഉപയോഗിക്കുമ്പോൾ ഒക്കെ വരാം. അതൊരു പ്യുവർ ആയിട്ട് നമ്മൾ STD ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി അതുപോലെ ഒറ്റ കാര്യത്തോട് നിങ്ങൾ പഠിക്കണം. ഈ പറഞ്ഞ 8 രോഗങ്ങളിൽ 3 കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. ബാക്കിയുള്ളൊക്കെ തുടക്കത്തിൽ കണ്ടെത്തിയാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത 3 ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് എയ്ഡ്സ് ആണ്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് B ആണ്, ഒന്ന് ജനൈറ്റൽ ഹെർപ്പിസ് ആണ്. ഇത് 3 കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ഏറ്റവും കൂടുതൽ STD ഉണ്ടാവുന്ന കാലഘട്ടം ലോകത്തിൽ മൊത്തം എടുക്കുമ്പോൾ 15 മുതൽ 24 വയസ്സുള്ള കാലഘട്ടത്തിലാണ് എന്ന കാര്യം കൂടെ ഓർമ്മിക്കണം. ഇത്രയും കാര്യങ്ങൾ STD പറയാനുള്ളത്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? ജനൈറ്റൽ വാർഡ്സ് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ മാറും, ജനൈറ്റൽ ഹെർപ്പിസ് മാറൂല, ക്ലമൈഡിയാസിസും ഗൊണോറിയും മാറും. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ജനൈറ്റൽ ഹെർപ്പിസും ആണ് മാറാത്തത്. So 2 is the right answer for question number 13. Question number 14, which of the following sexually transmitted disease do not specifically affect reproductive organ? സെക്ഷൽ ഓർഗാനെ ബാധിക്കാത്ത നമ്മൾ പറഞ്ഞു, ജനൈറ്റൽ വാർഡ്സ് ബാധിക്കും, ഹെപ്പറ്റൈറ്റിസ് ബി ബാധിക്കൂല, സിഫിലിസ് ബാധിക്കും, ജനൈറ്റൽ ഹെർപ്പിസും ബാധിക്കും. പിന്നെ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും എന്തിനെ ബാധിക്കില്ല? സെക്സ് ഓർഗാനെ ബാധിക്കില്ല. ക്ലമൈഡിയാസിസ് ബാധിക്കും, എയ്ഡ്സ് വരില്ല. അപ്പൊ രണ്ടും ബാധിക്കാത്തത് ഏതാണ്?
ഞാൻ സെക്ഷൽ ഓർഗാനെ ബാധിക്കുന്നതിന് ടിക്ക് ഇട്ടു, ബാധിക്കാത്തതിനെ ടിക്ക് ഇൻറ്റു ഇട്ടു. അപ്പോ നമ്മളോട് ചോദിച്ചത് ഡു നോട്ട് എന്നാണ്, ഡു നോട്ട് എഫക്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ 3 is the right answer for question number 14. ജനൈറ്റൽ ഓർഗാനെ ബാധിക്കാത്തത് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ്. ഓക്കെ, സോ 3 is the right answer for question number 14. ഇനി നോക്കൂ, അടുത്ത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ആർട്ട് എന്ന മെത്തേഡാണ്. ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ദർ ഇസ് എ മാറ്റർ ഓഫ് 8 minutes, ഒരു 8 മിനിറ്റ് കൂടെ നമുക്ക് ഇനി വേണ്ടി വരും. അതായത് നമ്മൾ പറയുന്നത് എന്താണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. സാധാരണ ഇൻഫെർട്ടിലിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച് കുറച്ച് മാസങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയല്ല ഇൻഫെർട്ടിലിറ്റി. നമ്മള് കല്യാണമൊക്കെ കഴിച്ച് ഏകദേശം 2 വർഷത്തോളം സെക്ഷലി ഒന്നിച്ച് യാതൊരു പ്രൊട്ടക്റ്റഡ് അല്ലാത്ത രീതിയിൽ സെക്ഷൽ കോഹാബിറ്റേഷൻ എന്ന വാക്കുകൾ കാണാം. ഒന്നിച്ച് താമസിച്ചിട്ടും കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. ആ ഇൻഫെർട്ടിലിറ്റി കേസുകൾ സാധാരണയായിട്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട്, അവിടെ മെഡിസിൻസ് ഉപയോഗിക്കും. എന്നാൽ അതിലും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെ സഹായിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്ന മെത്തേഡിന്റെ പേരാണ് ആർട്ട് എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ, അല്ലെ? ഈ ആർട്ട് എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. ഈ ആർട്ട് എന്ന വാക്കിൽ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? അതിൽ ഒന്നാമത്തത് IVF ET ആണ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? സാധാരണ ഒരു സ്ത്രീയില് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയാണ്. എന്നാൽ ഔട്ട്സൈഡ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? IVF എന്ന് പറയാ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സ്ത്രീ ശരീരത്തിന് പുറത്ത് ലാബിൽ വെച്ചിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വെച്ചിട്ടല്ല കുഞ്ഞ് വളരുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത് സ്ത്രീ ശരീരത്തിലാണ്. അതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസൈഡ്. ആ മെത്തേഡിനെയാണ് IVF ET എന്ന് നമ്മൾ പറയുക, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ 2 മെത്തേഡാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഒന്ന് സിഫ്റ്റ് എന്നൊരു മെത്തേഡും ഉണ്ട്, ഒന്ന് IUT ഉണ്ട്. അപ്പൊ ഫെർട്ടിലൈസേഷൻ സ്ത്രീ ശരീരത്തിന് പുറത്തു വെച്ച് നടത്തുന്നു, അതാണ് ഇൻ വിട്രോ. എന്നിട്ടുണ്ടാവുന്ന ആ സൈഗോട്ടിനെ അല്ലെങ്കിൽ എയർലി എംബ്രിയോ അപ് ടു 8 സെൽ, കൃത്യമായി ഓർമ്മിക്കുക, ഒന്നുകിൽ സൈഗോട്ട്, അല്ലെങ്കിൽ ഈ പുറത്തു വെച്ച് നടത്തി ഉണ്ടായ സൈഗോട്ട്, അല്ലെങ്കിൽ എയർലി എംബ്രിയോ അപ് ടു 8 സെൽ, 8 സെല്ല് വരെയുള്ളത് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുക? ഫെലോപ്പിയൻ ട്യൂബിലേക്കാ ട്രാൻസ്ഫർ ചെയ്യാം. അതിനെയാണ് നമ്മൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. എന്നാൽ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിലോ 8 സെല്ലിന് മുകളിലാണെങ്കിലോ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ യൂട്രസ്. അതിനെ IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് പറയുക. ഇപ്പൊ 8 വരെയുള്ള സെല്ലുകളാണെങ്കിൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്, അത് സിഫ്റ്റ് എന്ന് പറയും. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ അതിനെ യൂട്രസിലേക്ക് IUT എന്ന് പറയും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇത് ഇൻവിട്രോ മെത്തേഡാണ്. അടുത്തൊരു മെത്തേഡ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയും, ഗമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഗമീറ്റ്സിനെയാണ്, മെയിലും ഫീമെയിൽ ഗമീറ്റ്സിനെയാണ് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്. അപ്പൊ അത് ഇൻവൈവോ ആണ്. ഇൻവൈവോ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു സ്ത്രീക്ക് ഓവം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ മറ്റൊരു സ്ത്രീക്ക് ഓവം ഉണ്ടാക്കാനുള്ള കഴിവില്ല, പക്ഷെ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോ ഭർത്താവിന്റെയും സ്പേമും ഭാര്യയുടെ ഓവവും മറ്റൊരു സ്ത്രീയുടെ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ വെച്ചിട്ട് അപ്പൊ ഇൻവൈവോ ആണ്. അത്തരത്തിലുള്ള ഒരു മെത്തേഡിനാണ് നമ്മൾ ഗിഫ്റ്റ്, ഗമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുക. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് ICSI മെത്തേഡാണ്, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ്. അതായത് സ്പേം ബോണ്ട് വളരെ കുറവുള്ള സമയത്ത് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ, അത് കൃത്രിമമായിട്ട് സ്പേമിനെ ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് മൈക്രോ നീഡിൽ ഉപയോഗിച്ച് കടത്തിവിടുന്ന മെത്തേഡാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. പക്ഷേ ഇതൊരു IVF മെത്തേഡാണ്, അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണിത്. ഇൻവിട്രോ കാരണം പുറത്തു വെച്ചിട്ടാണ് ഇത് കൂടിച്ചേർന്നത്. പിന്നെയുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് ഒന്നുകിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയോ, അതായത് പുരുഷന് സ്ത്രീ ശരീരത്തിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുക.
അതായത് സ്പേമിനെ സ്ത്രീ ശരീരത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മാറ്റുക. അത് ഒന്നുകിൽ വെജൈനയിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ യൂട്രസിലോട്ട് മാറ്റാം. കോമൺ ആയിട്ട് നമ്മൾ AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും യൂട്രസിലേക്ക് മാറ്റുമ്പോൾ IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാ പറയേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 9:20 8 മിനിറ്റ് സമയം എന്നാ പറഞ്ഞത്. അപ്പൊ 4 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് 5 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി IVF ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് ഓവം ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് അല്ല, അത് ഗിഫ്റ്റിലാണ്. സൈഗോട്ട് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ആണ്. സൈഗോട്ട് ഇൻ ടു ദ യൂട്രസ് അല്ല. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിലേ യൂട്രസിലാവുള്ളൂ. എംബ്രിയോ വിത്ത് 16 ബ്ലാസ്റ്റോമിയസ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പോവില്ല, അത് എവിടേക്കാ? യൂട്രസിലാണ്. അപ്പോൾ സൈഗോട്ട് ഓർ എയർലി എംബ്രിയോ അപ് ടു 8 സെല്ലാണ് ഫെലോപ്പിയൻ ട്യൂബ്. അതാണ് IVF ET. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 2 is the right answer. Question number 16, embryo with more than 16 blastomere due to in vitro fertilization is transferred to, നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, it is transferred in the uterus, is called IUT, intrauterine transfer എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 16 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കൂ, ഒരു അസർഷൻ റീസൺ ആണ്. ഇൻ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതായത് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ സ്വിഫ്റ്റില് the zygote is transferred into the fallopian tube of the female. ശരിയല്ലേ? ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് മാറ്റുന്നത് ഈ സൈഗോട്ടിനെ, അത് ശരിയാണ്. സ്വിഫ്റ്റ് ഈസ് എ ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ മെത്തേഡ്, തെറ്റല്ലേ? സ്വിഫ്റ്റും IUTയും ഇൻ വിട്രോയാണ്, ഇൻ വൈവോ അല്ല. അതുകൊണ്ട് അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. സോ 3 is the right answer for question number 17. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 വീണ്ടും ഒരു അസർഷൻ റീസൺ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സെമൻ ഇൻസൈഡ് ദ ഫീമെയിൽ. ശരിയല്ലേ? ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ദോസ് കേസ് വേർ മെയിൽ ഹാവ് ലോ സ്പേം കൗണ്ട്. സ്പേം കൗണ്ട് വളരെ കുറയുന്ന, നമ്മൾ NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സ്പേം കൗണ്ട് വളരെ കുറയുമ്പോൾ ഈ മെത്തേഡാണ്. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ നമ്പർ 18 1 is the right answer. കാരണം ഇതെന്താ, വളരെ സ്പേം കൗണ്ട് കുറയുമ്പോൾ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് എത്തുന്ന ഒരു മെത്തേഡാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താ നോക്കൂ, മാച്ച് ദ ഫോളോയിങ് ആണ്. IUD, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ മെഡിക്കേറ്റഡ് IUD ഏതാ? നോൺ മെഡിക്കേറ്റഡ് IUD ഇതിൽ ലിപ്സ് ലൂപ്പ് ആണ് അല്ലെ? അപ്പോ ഇതുമല്ല ഇതുമല്ല. ഇനി കോപ്പർ റിലീസിങ് IUD ഏതൊക്കെയാ? കോപ്പർ 3, കോപ്പർ 7 മൾട്ടി ലോഡ് ആണ്, 3 വരും. പിന്നെ ഹോർമോൺ റിലീസിങ് IUD ഏതാ? പ്രൊജസ്റ്റാസേർട്ടൻ LNG21. അപ്പോൾ 2, 3, 1. സോ 3 is the right answer here. അല്ലെ? 2, 3, 1. ഓക്കെ, നമ്മൾ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇൻ ദെയർ കോസറ്റീവ് ഓർഗാനിസം. ഇത് NCERT കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിൽ ഗൊണോറിയ നോക്കൂ, ഗൊണോറിയ എന്ന് പറയുമ്പോൾ എന്താ? നിസേറിയ ഗൊണോറിയെ 2 വരും. 2 എന്നുള്ള ഓപ്ഷൻ ഒറ്റയൊന്നേ ഉള്ളൂ, ബാക്കി നമ്മൾ നോക്കണ്ട, എങ്കിലും നോക്കാം. സിഫിലിസ്, സിഫിലിസ് ട്രിപ്പോനീമ പെല്ലിഡം, അതാണ് സിഫിലിസ്. ജനൈറ്റൽ വാർഡ്സ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV ആണ്. പിന്നെ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് HIV ആണ്. 2, 3, 4, 1 2, 3, 4, 1 1 is the right answer for question number 20. ഇതാണ് ഇതിലെ ആൻസർ കീ ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞ 9:20 ഞാൻ നിർത്തി. അതായത് കൃത്യമായി നിങ്ങളോട് പറഞ്ഞ 8 മിനിറ്റുള്ളിൽ ഞാനിത് സംഭവം നിർത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് എൻറ്റയർ ഈ ഒരു 20 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? എൻറ്റയർ ആയിരിക്കുന്ന ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.